കവായി സ്റ്റിക്കേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ കവായി സ്റ്റിക്കേഴ്സ് ചെയ്യുന്ന ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒന്നും കൂടെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ എന്താ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഇമേജ് ഇതേപോലെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിനൊന്ന് ട്രേസ് ചെയ്ത് വരച്ചിട്ട് അതൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. കളർ ചെയ്യുമ്പോൾ ക്രയോൺസോ പെൻസിൽ കളേഴ്സോ യൂസ് ചെയ്ത് കളർ ചെയ്യുക. നമ്മൾ സ്കെച്ച് വെച്ച് കളർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് ആയ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതാ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പർ ആണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ നെയിം സ്ലിപ്പ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് ഷീറ്റ് കിട്ടില്ല, അതായാലും യൂസ് ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ മുകളിൽ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് സെല്ലോ ടേപ്പ് പൊട്ടിച്ച് കൊടുക്കുക. സെല്ലോ ടേപ്പ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതെന്റെ സ്റ്റിക്കർ ബാഗിൽ ഇടട്ടെ. ഈ ഒരു ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.